ഹലോ ഓൾ, വെൽക്കം ടു ലിഗേച്ചർ. ഇന്ന് നമ്മൾ ഒരു ലീഗൽ മാക്സിമാണ് നോക്കാൻ പോകുന്നത്. ഈ ലീഗൽ മാക്സിമാണ് ഫിയാറ്റ് ജസ്റ്റീഷ്യ റുവാറ്റ് കോയിലം. ഇതൊരു ലാറ്റിൻ മാക്സിമാണ്. ദ മാക്സിം മീൻസ് ലെറ്റ് ജസ്റ്റിസ് ബി ഡൺ ദോ ദ ഹെവൻസ് ഫോൾ. ആകാശം ഇടിഞ്ഞു വീണാലും നമ്മൾ നീതി നടപ്പിലാക്കണം. എന്ത് തന്നെ സംഭവിച്ചാലും നമ്മൾ നീതിക്ക് വേണ്ടി പോരാടണം എന്നാണ് ഈ ഒരു മാക്സിം വെച്ചിട്ട് ഉദ്ദേശിക്കുന്നത്. In simple words, it signifies that justice must be carried out irrespective of the consequences, even if doing so leads to severe or undesirable results. എന്താണ്, നമ്മൾ ജസ്റ്റിസിന് വേണ്ടിയിട്ട് എന്തൊക്കെ കോൺസിക്വൻസസ് വന്നാലും ജസ്റ്റിസിനെ നേരിടണം എന്ന് വിചാരിച്ചിട്ട് നമ്മളൊരു കാര്യം ചെയ്യാണ്. നീതിക്ക് വേണ്ടി നമ്മൾ എല്ലാ കാര്യങ്ങളെയും മറന്ന് നീതി നടപ്പിലാക്കണം എന്ന് വിചാരിച്ച് ചെയ്യുന്നതിനാണ് ഈ ഒരു ഫിയാറ്റ് ജസ്റ്റീഷ്യ റുവാറ്റ് കോയിലം എന്നുള്ളത് ഉദ്ദേശിക്കുന്നത്. This maxim emphasizes the supremacy of justice and rule of law. ഈ ഒരു മാക്സിമിന് രണ്ട് സുപ്രിമസി ഓഫ് ലോവും അതുപോലെ റൂൾ ഓഫ് ലോ, ഇങ്ങനത്തെ രണ്ട് കാര്യങ്ങൾക്കാണ് ഏറ്റവും കൂടുതൽ പ്രാധാന്യം നൽകുന്നത്. ഇറ്റ് കൺവേസ് ദാറ്റ് കോർട്സ് ആൻഡ് ലീഗൽ അതോറിറ്റീസ് മസ്റ്റ് ഡിസൈഡ് കേസസ് ബേസ്ഡ് സോൾലി ഓൺ ലോ, ഫെയർനെസ് ആൻഡ് ട്രൂത്ത് വിതൗട്ട് ബീങ് ഇൻഫ്ലുവൻസ്ഡ് ബൈ പബ്ലിക് ഒപ്പീനിയൻ, പൊളിറ്റിക്കൽ പ്രഷർ, ഫിയർ ഓർ പൊട്ടൻഷ്യൽ ഹാർഡ്ഷിപ്പ് കോസ്ഡ് ബൈ ദ ഡിസിഷൻ. ഈ ഒരു മാക്സിമിൽ കോർട്സ് അല്ലെങ്കിൽ ലീഗൽ അതോറിറ്റീസ് എന്താണ്, സോൾലി ഓൺ ലോ, നിയമത്തിൽ മാത്രം നോക്കുക, അതുപോലെ ഫെയർനെസ്, ന്യായം, ട്രൂത്ത്, ഇങ്ങനത്തെ കാര്യങ്ങൾ മാത്രമാണ് ഫോക്കസ് ചെയ്യാൻ പാടുള്ളൂ. ഇത് പൊളിറ്റിക്കൽ ഇൻഫ്ലുവൻസ്, അതുപോലെ പബ്ലിക് ഒപ്പീനിയൻ അല്ലെങ്കിൽ പേടി, ഫിയർ, ഇങ്ങനത്തെ കാര്യങ്ങളൊന്നും നോക്കാണ്ട് ട്രൂത്തിന് വേണ്ടി ജസ്റ്റിസ് നടപ്പിലാക്കണം എന്ന് വിചാരിച്ചിട്ട് ബാക്കി കോൺസിക്വൻസസ് ഒക്കെ നേരിടണം, അല്ലെങ്കിൽ ഇനി എന്ത് തന്നെ വന്നാലും നീതി നടപ്പിലാക്കണം എന്ന് വിചാരിച്ചിട്ട് ഒരു കാര്യം ചെയ്യാണ്. ഇതിനെയാണ് ഫിയാറ്റ് ജസ്റ്റീഷ്യ റുവാറ്റ് കോയിലം എന്ന് പറയുന്നത്. The idea behind this maxim is that sacrificing justice for convenience or expediency undermines the legal system itself. Even if enforcing justice causes disruption or difficulty, it must not be compromised. നമ്മൾ നീതി നമ്മുടെ സൗകര്യത്തിനോ അല്ലെങ്കിൽ നമ്മുടെ കാര്യങ്ങൾക്ക് വേണ്ടിയിട്ട് നമ്മൾ നീതി ഉപേക്ഷിക്കുകയാണെങ്കിൽ, ജസ്റ്റിസിനെ ഉപേക്ഷിക്കുകയാണെങ്കിൽ അത് നമ്മുടെ ലീഗൽ സിസ്റ്റത്തിനെ തന്നെ എഫക്റ്റ് ചെയ്യും. അപ്പോൾ നമ്മൾ ജസ്റ്റിസിന് വേണ്ടി നമ്മൾ എന്ത് തന്നെ വന്നാലും നമ്മൾ ജസ്റ്റിസ് നടപ്പിലാക്കണം അല്ലെങ്കിൽ നീതി നടപ്പിലാക്കണം എന്ന് ഈ ഒരു മാക്സിം കൊണ്ട് ഉദ്ദേശിക്കുന്നുണ്ട്. ഇതിൻ്റെ ഇമ്പോർട്ടൻസ് ഇൻ ലോ എന്ന് പറയുന്നത് ഇറ്റ് റീഇൻഫോഴ്സസ് ജുഡീഷ്യൽ ഇൻഡിപെൻഡൻസ്. എന്താണ്, നിയമവ്യവസ്ഥയുടെ സ്വതന്ത്രത എന്നുള്ളത് ഇതിൽ ഉദ്ദേശിക്കുന്നുണ്ട്. ഇറ്റ് പ്രൊമോട്ട്സ് ഇക്വാലിറ്റി ബിഫോർ ലോ, എല്ലാവർക്കും എന്താണ് ഇക്വാലിറ്റി നൽകണമെന്ന് കരുതുന്നുണ്ട്. ഇറ്റ് ഡിസ്കറേജസ് ആർബിട്രറി ഓർ ബയാസ്ഡ് ഡിസിഷൻ. എന്താണ്, ഏതെങ്കിലും കുറച്ച് ആളുകൾക്ക് മാത്രം അല്ലെങ്കിൽ വേറെ കാര്യങ്ങൾക്ക് വേണ്ടിയിട്ട് പക്ഷാഭേദമായിട്ട് അല്ലെങ്കിൽ ഏകപക്ഷീയമായിട്ടുള്ള തീരുമാനങ്ങളൊന്നും എടുക്കാണ്ടിരിക്കാനാണ് ഈ ഒരു മാക്സിം ഉപയോഗിക്കുന്നത്. ഇറ്റ് അപ്ഹോൾഡ്സ് കോൺസ്റ്റിറ്റ്യൂഷണൽ വാല്യൂസ് ആൻഡ് ഫെയർനെസ്. സത്യവും അതുപോലെ ഭരണഘടനയുടെ മൂല്യങ്ങളൊക്കെ കാത്തു സൂക്ഷിക്കണം എന്ന കാര്യങ്ങളൊക്കെയാണ് ഈ ഒരു ലീഗൽ മാക്സിം വെച്ചിട്ട് ഉദ്ദേശിക്കുന്നത്. ഈ ഒരു ലീഗൽ മാക്സിമിൽ നമ്മളിപ്പോൾ എക്സാം എഴുതുമ്പോൾ എന്താണെന്നും എഴുതിയാൽ മാത്രം പോരാ, അതിനെ ഒരു റിലേറ്റഡ് ആയിട്ടുള്ള ഒരു കേസ് ലോ കൂടി നമ്മൾ എഴുതണം. അപ്പോൾ ഇങ്ങനെ ഇതിൽ റിലേറ്റഡ് ആയിട്ട് വരുന്ന ഒരു കേസ് ലോ ആണ് സ്റ്റേറ്റ് ഓഫ് പഞ്ചാബ് വേഴ്സസ് ദവീന്ദർപാൽ സിംഗ് ബുള്ളർ. ഈ ഒരു കേസിൽ 1993 ഡൽഹിയിൽ ഒരു കാർ സ്ഫോടനം നടന്നിട്ടാണ് ഇയാൾ പ്രതിയാണെന്ന് പിടിക്കപ്പെടുന്നത്. ഇതിൽ ഈ ദവീന്ദർപാൽ സിംഗ് ബുള്ളർ എന്ന് പറയുന്ന ആൾ ഖാലിസ്ഥാൻ ലിബറേഷൻ ഫ്രണ്ടിലെ ഒരു മെമ്പറായിരുന്നു. അങ്ങനെ ഇയാൾ 1993 ഒരു ബോംബ് സ്ഫോടനത്തിൽ ഇയാൾ അതിലൊരു പ്രതിയാണെന്നും അറിഞ്ഞിട്ട് കോടതി ഇയാളെ ശിക്ഷിക്കുകയാണ്. അപ്പോൾ ഇയാളെ ശിക്ഷിച്ചിട്ട് ഇയാൾക്ക് മരണശിക്ഷയാണ് നൽകുന്നത്. അങ്ങനെ ഇയാൾ ട്രയൽ കോർട്ട് മരണശിക്ഷ വിധിച്ചു. അങ്ങനെ പിന്നീട് ഇത് സുപ്രീം കോർട്ടിലൊക്കെ പോയിട്ട് സുപ്രീം കോർട്ടും ഈ ഒരു ട്രയൽ കോർട്ടിൻ്റെ അതേ ജഡ്ജ്മെൻറ്റാണ് പുറപ്പെടുവിക്കുക. പിന്നീട് ഈ ബുള്ളർ ഒരു മേഴ്സി പെറ്റീഷനാണ് സമർപ്പിക്കുന്നത്. മേഴ്സി പെറ്റീഷൻ സമർപ്പിച്ചപ്പോൾ ഇത് ഏകദേശം 8 വർഷത്തിലധികം താമസം ഉണ്ടായി ഈ ഒരു മേഴ്സി പെറ്റീഷൻ്റെ കാര്യങ്ങളിൽ. അപ്പോൾ ഈ ഒരു താമസം ചൂണ്ടിക്കാട്ടിയിട്ട് മരണശിക്ഷ കുറച്ചിട്ട് അയാൾക്ക് ജീവപര്യന്തമാക്കണമെന്ന് പറഞ്ഞിട്ട് ഒരു പെറ്റീഷൻ ഫയൽ ചെയ്യാണ്. അതും ഈ കോർട്ട് തള്ളിക്കളയാണ്. ഇങ്ങനെ ഈ ഒരു കേസിൽ ഈ ഒരു മാക്സിമായിട്ടുള്ള ഫിയാറ്റ് ജസ്റ്റീഷ്യ റുവാറ്റ് കോയിലം എന്ന് പറയുന്നത് ഈ ഒരു കാര്യമാണ് അതിൽ ഉൾപ്പെടുന്നുള്ളത്. ഈ ഒരു ഇതിൽ വെച്ചിട്ട് ജസ്റ്റിസ് നടപ്പിലാക്കണം.
ഇപ്പോൾ ഇയാൾ 8 വർഷത്തിലധികമുള്ളൊരു ഗ്യാപ്പ് അവിടെ വന്നു എന്ന് വിചാരിച്ചിട്ട് അയാൾ ചെയ്തത് തെറ്റ് തന്നെയാണ്. ഒരു രാജ്യത്തിനെ മൊത്തം ഇല്ലാതാക്കുക എന്നുള്ളത് ഒരു രാജ്യദ്രോഹ പ്രവണത തന്നെയല്ലേ. അപ്പോൾ അയാളെ ശിക്ഷിക്കപ്പെടണം. അയാൾക്ക് ജീവപര്യന്തമല്ല മരണശിക്ഷ തന്നെയാണ് വിധിക്കേണ്ടത് എന്നുള്ളത് ഈ ഒരു മാക്സിം വെച്ചിട്ടാണ്, ഫിയാറ്റ് ജസ്റ്റീഷ്യ റുവാറ്റ് കോയിലം എന്നുള്ള ഈ മാക്സിം വെച്ചിട്ടാണ് ഇവിടെ നടപ്പിലാക്കുന്നത്. അപ്പോൾ ഈ ലീഗൽ മാക്സിം ആയിട്ടുള്ള ഫിയാറ്റ് ജസ്റ്റീഷ്യ റുവാറ്റ് കോയിലം എന്ന ഈ മാക്സിം എല്ലാവർക്കും മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. അടുത്ത ക്ലാസ്സിൽ നമുക്ക് വേറൊരു ലീഗൽ മാക്സിമായിട്ട് വീണ്ടും വരാം. ഓക്കെ, താങ്ക് യു, ബൈ.